NEET 2024 Things to do before going to exam hall. Candidate photo വേണം, same as uploaded on application form. പിന്നെ candidate left hand thumb impression വേണം, and it is to be done before reaching exam center. ഇത് രണ്ടും നിങ്ങൾ എന്തായാലും ചെയ്യണം. കാൻഡിഡേറ്റ് സിഗ്നേച്ചർ വേണം, പക്ഷെ അത് നിങ്ങൾ എക്സാം ഹാളിൽ എത്തിയിട്ടാണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് നിങ്ങളത് ചെയ്യേണ്ട. പിന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേരും അഡ്രസ്സും കൊടുക്കാനുണ്ട്. നിങ്ങളുടെ പേര്, റെസിഡൻറ്റ് ഓഫ് നിങ്ങളുടെ അഡ്രസ്സ്. നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പേജ് നമ്പർ 3, അത് വായിച്ച് നോക്കണം. പിന്നെ ഗൈഡ് ലൈൻസും ഇൻഫോർമേഷൻ ബുള്ളറ്റിനും ഉണ്ട് NTA വെബ്സൈറ്റിൽ, അതും പോയിട്ടൊന്ന് നോക്കണം. പിന്നെ ഇത് നേരത്തെ ഞാൻ കാണിച്ചത് ഫോട്ടോയും ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനുമാണ്. പിന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം, അത് അടുത്ത പേജാണ്, അത് 4x6 സൈസ് ആയിരിക്കണം. പിന്നെ സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്ററും അതും, പിന്നെ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ, അതൊക്കെ എക്സാം ഹാൾ ചെയ്യേണ്ട. അഡ്മിറ്റ് കാർഡ് 3 പേജുണ്ട്. ഒന്നാമത്തേത് സെൻറ്റർ ഡീറ്റെയിലും സെൽഫ് ഡിക്ലറേഷനും, രണ്ടാമത്തെ പേജ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആയിരിക്കും, ആൻഡ് തേർഡ് വൺ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റ്സ് ആണ്. ഈ 3 പേജും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫ്. വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി പ്രൂഫ് ക്യാരി ചെയ്യണം. ആധാറോ അല്ലെങ്കിൽ ആധാർ പോലെ റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഫോട്ടോ ഉള്ള എന്തെങ്കിലും ഒരു ID പ്രൂഫ് എന്തായാലും ക്യാരി ചെയ്യണം. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇലക്ട്രോണിക് ഡിവൈസസ്, കാൽക്കുലേറ്റേഴ്സ്, മൊബൈൽ ഫോൺസ്, മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഒന്നും തന്നെ ക്യാരി ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ പേജ് 3 തന്നിട്ടുണ്ട്, ആൻഡ് റീഡ് ഇറ്റ് കെയർഫുള്ളി, അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി റൂൾസ് ഓഫ് നീറ്റ്. അപ്പോൾ പിന്നെ എല്ലാവരും എക്സാം കൂളായിട്ട് എഴുതി വരിക, ടെൻഷനൊന്നും വേണ്ട, നല്ലോണം എഴുതിയിട്ട് വരിക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.